ഹായ് മക്കളെ, സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. രണ്ട് നമ്പേഴ്സ് തരും, ആ രണ്ട് നമ്പേഴ്സിന്റെ ഇടയ്ക്ക് കുറച്ച് ടേംസ് എഴുതാൻ പറയും, സച്ച് ദാറ്റ് ടോട്ടൽ ആ ഒരു സീക്വൻസ് ജോമെട്രിക് പ്രോഗ്രഷൻ ആയിട്ട് മാറണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ആ ഒരു ടേംസ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട ആൾ ആറാണ്. ആറിന്റെ ഇക്വേഷൻ, ഇങ്ങനത്തെ കേസിൽ ആറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെച്ചോളുക, ബി ബൈ എ ഹോൾ റേസ് ടു 1/n+1 ആണ് അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ് ബി? ബി എന്ന് പറഞ്ഞാൽ ആ തന്നിട്ടുള്ള രണ്ട് നമ്പേഴ്സിലെ അതിൽ സെക്കൻഡ് നമ്പർ ഏതാ? ഇവിടെ 256 ആണ്. സോ 256 ബൈ, അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് നമ്പർ, തന്നിട്ടുള്ള നമ്പേഴ്സിൽ ഫസ്റ്റ് നമ്പർ ഏതാ? 1 ഹോൾ റേസ് ടു 1/1 എന്താ? ഡിനോമിനേറ്റർ എന്താ? n+1 അല്ലേ. അതിൽ n എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളോട് ആ രണ്ട് തന്നിട്ടുള്ള രണ്ട് ടേം നമ്പേഴ്സ് ഇല്ലേ, അതിൻ്റെ ഇടയിൽ എത്ര ടേംസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? എത്ര നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? ഇൻസൈഡ് 3 നമ്പേഴ്സ് എന്നല്ലേ, 3 നമ്പേഴ്സ് അല്ല എഴുതേണ്ടത്, 1 2 3 എഴുതേണ്ടത്. അതാണ് n. അപ്പോൾ എന്താ വരിക? 3+1, n+1 വരും 3+1 അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു 256/1 എന്താ? ദാറ്റ് ഈസ് സിംപ്ലി 256 ഹോൾ റേസ് ടു 1/3+1 ദാറ്റ് ഈസ് 1/3+1 എന്താ? 4 1/4. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കുക? പവർ 1/4 അല്ലേ, അത് ഡിനോമിനേറ്റർ 4 അല്ലേ. അന്നപ്പോൾ മിക്കവാറും ആ ബ്രാക്കറ്റിനുള്ളിലുള്ള നമ്പർ 256 ബേസിനെയും പവർ 4 ആയിട്ട് വരുന്ന നമ്പറായിട്ട് എഴുതാൻ പറ്റും. 256 എന്ന് പറഞ്ഞാൽ ഏത് നമ്പർ റേസ് ടു 4 ആ? 4/4 ആണ്. 4/4 ഹോൾ റേസ് ടു 1/4 എന്ന് വന്നു. അപ്പോൾ എന്താ വരിക? പവർ രണ്ടും മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ 4 × 1/4 രണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എന്താ കിട്ടുക? 4 4 കട്ടായി പോയിട്ട് 1 4/1 അഥവാ 4 കിട്ടി അല്ലേ. അതപ്പോൾ നമ്മുടെ ജി പി എന്താ വരിക? ഇവിടെ ഫസ്റ്റ് ടൈം 1 അല്ലേ, അപ്പോൾ കോമൺ റേഷ്യോ 4 ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ചെയ്താൽ 1 × 4 4 × 4 16 16 × 4 64 64 × 4 ആണ് 256. സോ നമ്മൾ 3 ടേംസ് ഇൻസേർട്ട് ചെയ്തു. ദാറ്റ്സ് ഓൾ.